അതിപ്രാചീന കേരളത്തിൽ 4 ശാലകളാണ് ഉണ്ടായിരുന്നത്. കാന്തളൂർ ശാല, പാർത്ഥിവശേഖരപുരം ശാല, തിരുവല്ല ശാല, മൂഴിക്കുളം ശാല. മൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ ഇന്നും പേരിനൊരു ശാലയുണ്ട്. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലും ശാല ഉണ്ടായിരുന്നതായിട്ട് സാക്ഷ്യങ്ങളുണ്ട്. ഈ 4 ശാലകളിൽ അല്ലെങ്കിൽ വിദ്യാകേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാന്തളൂർ ശാലയാണ്. അതിന് കാരണം പല ശാസനങ്ങളിലും കാന്തളൂർ ശാലൈ കലമറുത്ത തേവർ എന്ന തമിഴ് ശാസനം കാണാൻ സാധിക്കും. കാന്തളൂർ ശാലൈ കലമറുത്ത തേവർ, കാന്തളൂർ ശാലയിലെ കലം അറുത്ത രാജാവ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കലം എന്നുള്ളതിനെ പറ്റി ഒരു തർക്കമുണ്ടായിരുന്നു. കലം സീറ്റാണോ പ്ലേറ്റാണോ? കാരണം അതൊരു റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി ആയിരുന്നു. അപ്പോൾ ഒരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഓരോ കുട്ടിക്കും ഓരോ പ്ലേറ്റ് അല്ലെങ്കിൽ ഓരോ സീറ്റ് നൽകുമായിരുന്നു. അങ്ങനെ 95 വിദ്യാർത്ഥികളെയാണ് കാന്തളൂർ ശാലയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നത് ഇൻ്റർവ്യൂവിന് ശേഷം. കാന്തളൂർ ശാല വളരെ പ്രചാരത്തിലിരുന്ന സർവകലാശാലയായിരുന്നു. അതുകൊണ്ടാണ് ഞാനതിനെ സൗത്ത് ഇന്ത്യയിലെ നളന്ദയായി ചിത്രീകരിച്ചിട്ടുള്ളത്. ദക്ഷിണേന്ത്യയിലെ നളന്ദയായി ചിത്രീകരിക്കാനുള്ള പ്രധാന കാരണം കാന്തളൂർ ശാലയുടെ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള പ്രശസ്തി തന്നെയാണ്. അതിന് ഒരു ഉദാഹരണം പറയാൻ സാധിക്കും. രാജരാജ ചോളൻ എന്ന ചോള രാജാവ് ദക്ഷിണേന്ത്യൻ ആക്രമണമെല്ലാം കഴിഞ്ഞ് സുമാട്ര, ജാവ ദ്വീപുകളിൽ സന്ദർശനം നടത്തി. ജാവയിൽ പോയപ്പോൾ ജാവയിലെ രാജാവ് രാജരാജ ചോളനോട് ഒരു അപേക്ഷ നൽകി. എന്താണ് അപേക്ഷ? എൻ്റെ മകന് കാന്തളൂർ ശാലയിൽ ഒരു സീറ്റ് കൊടുക്കണം. അപ്പോൾ വേദാന്തങ്ങൾ പഠിക്കുന്നതിന് കാന്തളൂർ ശാല എന്ന യൂണിവേഴ്സിറ്റിയിൽ മകനൊരു സീറ്റ് കൊടുക്കണമെന്നുള്ള അപേക്ഷയാണ് ജാവയിലെ രാജാവ് രാജരാജ ചോളൻ്റെ മുമ്പിൽ വച്ചത്. ജാവയിലെ രാജാവിൻ്റെ ധാരണ കാന്തളൂർ ശാല ചോള രാജ്യത്താണെന്നായിരുന്നു. വാസ്തവത്തിൽ അത് ചോള രാജ്യമായിരുന്നില്ല, ചേര രാജ്യത്തിലായിരുന്നു. ചേരന്മാരെ എന്നെന്നും ശത്രുക്കളായി കണ്ടിട്ടുള്ള രാജരാജ ചോളൻ തിരികെ വന്നുടൻ ചെയ്ത ജോലി മകൻ രാജേന്ദ്ര ചോളനെ കാന്തളൂരിലേക്ക് അയക്കുകയും കാന്തളൂർ ശാല നശിപ്പിക്കുകയും ചെയ്തു. കാന്തളൂർ ശാല അങ്ങനെ രാജരാജൻ്റെ മകൻ